ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ വളരെ നാളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു മറുപടിയോ ഒരു വിടുതലോ അടുത്ത് തന്നെ കാണുന്നില്ലെന്ന് വിചാരിച്ച് ദൈവം അത് അറിയുന്നില്ലെന്നോ ദൈവം നിങ്ങൾക്ക് വേണ്ടി സമയമാകുമ്പോൾ പ്രവർത്തിക്കത്തില്ലെന്നോ അർത്ഥമല്ല. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നാണ്. നിങ്ങൾ ഒരു കഥയാണ്, യേശു പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആലോചന. അതിനകത്തെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്. 20-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം: സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. ഒരുപോലെ കൂലി കൊടുത്തു. അങ്ങനെ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി. ഹല്ലേലൂയ. 20-ാമത്തെ അധ്യായത്തിലെ സംഭവം എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഉപമകളിൽ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. മാർക്കറ്റ് പ്ലേസിൽ ജോലിക്കാർ മെനക്കെട്ട് നിൽക്കുന്നവരെ പോയി കൂലിക്ക് വിളിക്കാനായിട്ട് ഒരു വീട്ടുകാരൻ പോവുക. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാർ വേണം, അതിനുവേണ്ടി പണിക്കാരെ വിളിക്കാനായിട്ട് ഒരു വീട്ടുടമസ്ഥൻ ഉടയവൻ പോവുകയാണ്. അദ്ദേഹം ആദ്യം കണ്ട കുറേ മനുഷ്യർ 1-ാം മണി നേരം അല്ലെങ്കിൽ പ്രഭാതത്തിലെ രാവിലത്തെ 6 മണി സമയത്ത് കണ്ട ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് 1 വെള്ളിക്കാശ് വെച്ച് തരാം, ജോലിക്ക് തയ്യാറുണ്ടോ? എല്ലാവരും തയ്യാറായി. കിട്ടിയവരെല്ലാം വിളിച്ചുകൊണ്ടെന്ന് ജോലിക്കാക്കി. ഈ യജമാനൻ അതിനുശേഷം ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, മുന്തിരിത്തോട്ടത്തിൽ പണി നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും അദ്ദേഹം മാർക്കറ്റ് പ്ലേസിലേക്ക് ചെന്നു. പൊതുസ്ഥലത്ത് നോക്കിയപ്പോൾ 3-ാം മണി നേരത്ത് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ കുറെ പേര് മെനക്കെട്ട് നിൽക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങളെന്താ വെറുതെ നിൽക്കുന്നത്? അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും നിങ്ങൾക്ക് ന്യായമായത് തരാം. കാശ് പറഞ്ഞില്ല, ന്യായമായത് തരാം. അവരെയും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷമായിട്ട് 6-ാം മണി നേരവും അങ്ങനെ 9-ാം മണി നേരത്തും അതുപോലെ ആളുകളെ വിളിപ്പിച്ചു. അവരോടും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ആളുകൾ മെനക്കെട്ട് നിൽക്കുകയാണ്, പോകുന്നില്ല, തിരിച്ചു വീട്ടിൽ പോകുന്നില്ല. ഒടുവിൽ 11-ാം മണി നേരമായപ്പോൾ, വൈകിട്ടത്തെ ജോലി തീരുവാൻ വൈകിട്ട് 6 മണിയാകുമ്പോൾ ജോലി തീരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് 5 മണിയാകുന്ന സമയത്ത്, വൈകിട്ട് 5 മണിയായ സമയത്ത്, അതാണ് 11-ാം മണി. 11-ാം മണി നേരമായപ്പോഴും ഈ യജമാനൻ ഒന്ന് പോയി നോക്കൂ. അങ്ങോട്ട് നോക്കിയപ്പോൾ 11-ാം മണി നേരത്ത് രാവിലെ 11 മണിക്കൂറായിട്ട് അവിടെ ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ജോലിക്ക് പോകാത്തത്? നിങ്ങളെന്താ മെനക്കെട്ട് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറയുന്ന വാക്ക്, 7-ാം വാക്യം: ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാകൊണ്ട് അത്രേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായത് നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞു. അപ്പം അതിശയിപ്പിച്ച കാര്യം, 11 മണിക്കൂറായിട്ടും അവിടെ നിന്ന് തിരിച്ചു പോകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് 11 മണിക്കൂറായിട്ട് അവർ കാത്തു നിൽക്കുന്നു. യജമാനൻ അവരെ കണ്ട് മനസ്സറിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പൊക്കോ, ന്യായമായത് നിങ്ങൾക്ക് തരാം. ഒടുവിൽ 12-ാം മണി നേരമായപ്പോൾ, ജോലി പിരിയുന്ന സമയമായപ്പോൾ ഓരോരുത്തരെ വിളിക്കുകയാണ്. വിളിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആദ്യം വിളിച്ചവരെ അല്ല, ഒടുവിൽ വന്ന 11-ാം മണിക്കാരനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് 1 വെള്ളിക്കാശ് കൊടുക്കുകയാണ്. ശമ്പളം 1 വെള്ളിക്കാശ് കൊടുക്കുകയാണ്. ഒരു ദിവസത്തെ കൂലി അവന് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന 9-ാം മണി നേരക്കാരനും 6-ാം മണി നേരക്കാരനും 3-ാം മണി നേരക്കാരനും 1-ാം മണി നേരക്കാരനും നിരൂപിച്ചു, പുറകോട്ട് വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ സമയം വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷെ പുറകോട്ട് വന്നപ്പോഴും ആ ഓരോ ഡിഫറൻസ് ഉള്ള ആളുകൾക്കും ഓരോ വെള്ളിക്കാശ് മാത്രമേ പിന്നെയും കൊടുത്തുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ കൊടുത്തില്ല. അത് കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് ദേഷ്യവും ഒരു അസൂയയൊക്കെ തോന്നി. അപ്പം യജമാനൻ അവരോട് പറയാം, നിങ്ങളോട് ഞാൻ ന്യായമാകെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് 1 കാശ് പറഞ്ഞൊത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞത് ഞാൻ തന്നിട്ടുണ്ട്, ന്യായമായത് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അത് ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ നല്ലവനാകുന്നതുകൊണ്ട് നിങ്ങൾ കണ്ണു കടിക്കുന്നുവോ? ഒടുവിൽ എഴുതിയിരിക്കുകയാണ്, മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, നാളുകളായി കാത്തിരിക്കുകയാണ് ഒരു പ്രതിഫലം, ഒരു മറുപടി, ഒരു ദൈവപ്രവൃത്തി കാണുവാൻ. പക്ഷെ നടക്കുന്നില്ല. നമുക്ക് മുമ്പേ ഇറങ്ങിയവരോ അല്ലെങ്കിൽ നമുക്ക് ശേഷം ഇറങ്ങിയവരോ പലരും മുന്നോട്ട് കടന്നുപോയി. അവർക്കൊക്കെ പണി കിട്ടി, അവർക്ക് ജോലി കിട്ടി, അവർക്ക് പല കാര്യങ്ങളും പ്രാപിക്കാൻ കഴിഞ്ഞു.
പലതും അധ്വാനിച്ച് അവർ കൈവശമാക്കി കഴിഞ്ഞു. പക്ഷെ എൻ്റെ പേപ്പർ നീങ്ങുന്നില്ല, എൻ്റെ വിഷയത്തിന് മറുപടിയില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നീക്കവും വരുന്നില്ല. ഇവിടെ നോക്കണം, പ്രതീക്ഷ കൈവടിയാതെ 11 മണി വരെ നേരം വരെ കാത്തു നിന്നവരെ പോലെ വെയിറ്റ് ചെയ്യുക. പിന്മാറിപ്പോകരുത്, നിരാശപ്പെടരുത്. സമയമാകുമ്പോൾ വിളി വരും. ആമേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. രാപ്പകൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന് മശിഹായുടെ ആഗമനത്തിന് വേണ്ടി ആലയം വിട്ടുപിരിയാതെ ഒരുപാട് പേരിന്ന് പ്രാർത്ഥിച്ച കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിലൊരാളായിരുന്നു 80-ലധികം വയസ്സ് പ്രായമുള്ള 90-ലധികം വയസ്സ് പ്രായമുള്ള ശിമയോനും ഹന്ന എന്ന് പറയുന്ന പ്രവാചകിയൊക്കെ. അവരൊക്കെ കാത്തിരിക്കുകയാണ്. ഒടുവിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, കയ്യിലെടുക്കുന്ന ശിശുവായി യേശുവിനെ കിട്ടിയപ്പോൾ അവർ പറയുകയാണ്, ഇപ്പോൾ നാഥ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. സകല ജാതികൾക്കും ദൈവം ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. അവരൊരു അരുളപ്പാട് കിട്ടിയായിരുന്നു, ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കയില്ല. ആ അരുളപ്പാട് സാധിച്ചു. പ്രിയമുള്ളവരെ, അബ്രഹാം 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയിട്ട് 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചവനാ. കാത്തിരിക്കുമ്പോൾ നഷ്ടമായെന്ന് ചിന്തിക്കരുത്. കാത്തിരിപ്പ് വെറുതെയാണ് ചിന്തിക്കരുത്. അതിന് മുമ്പേ ഇറങ്ങിയവരൊക്കെ പ്രാപിച്ചല്ലോ, അല്ലെ അതിനുശേഷം ഇറങ്ങിയവർ പ്രാപിച്ചല്ലോ എന്ന് ചിന്തിക്കണ്ട. സമയമാകുമ്പോൾ വെളിപ്പെടും വിടുതൽ, അത്ഭുതകരമായ മറുപടി. യോവേൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വീട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. നഷ്ടമായ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കാത്തിരുന്നു കൊള്ളുക. കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമല്ല. കർത്താവിനെ കാത്തിരിക്കുക, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. പലരും പല ചോദ്യങ്ങളും ഇതിനോട് ചോദിക്കും. ഇത്ര നേരമായിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, എന്താ നിന്നെ ആരും വിളിക്കാത്തത്, നിന്റെ കയ്യിലിരിപ്പോണ്ട, നിനക്കോ നിന്റെ കുടുംബത്തിനോ തലമുറയ്ക്കോ നന്മ വരാത്തത്, എന്തെല്ലാം കേൾക്കണം. ഇതെല്ലാം കേൾക്കേണ്ടി വന്നാലും പ്രതീക്ഷ കൈവിടരുത്. ഈ എന്താ പറയുന്നത്, ഓട്ടം ഓടുന്ന ആളുകൾ ഓട്ടത്തിനിടയ്ക്ക് അത്ലറ്റുകളെ നോക്കിയോ, അവർ വീണാലും അവർ എഴുന്നേറ്റ് പിന്നെ ഓടും. പിന്നെ ഓടിയാൽ ഒരു പക്ഷേ അവർക്ക് 1-ാം സ്ഥാനം കിട്ടിയില്ലല്ലോ, 2, 3, 4, 5, 7 അതൊരു സ്ഥാനമാണ്. പക്ഷേ ഒന്ന് വീണെന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുകയോ ഇറങ്ങിപ്പോകുകയോ ചെയ്താലോ പിന്നെ ചാൻസ് ഇല്ല, പോയി നഷ്ടമായി. ഒരുപക്ഷെ ആ വീണവൻ അടുത്ത ലാപ്പിൽ ഓടിക്കഴിയുമ്പോൾ അത് മറന്ന് ഓടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപക്ഷെ അവനായിരിക്കാം മുൻപിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് വീണത് കൊണ്ടോ പുറകിലായിപ്പോയത് കൊണ്ടോ നമ്മൾ പിന്തിരിയരുത്, വിട്ടുപോകരുത്. ഇനി ഞാൻ ഇല്ലെന്ന് പറയരുത്. ഉള്ള അവസരം അനുസരിച്ച് ഓടിക്കൊള്ളണം, മുന്നോട്ട് പോയിക്കൊള്ളണം. സമയമാകുമ്പോൾ, പ്രതിഫലം വിഭാഗിക്കുമ്പോൾ, നന്മ വരുമ്പോൾ ചിലപ്പോൾ ആ മുമ്പന്മാരെക്കാൾ പിമ്പിൽ നിൽക്കുന്നവനായിരിക്കാം ദൈവം പ്രതിഫലം കൂടുതൽ കൊടുക്കുന്നത്. കൂടുതലല്ല, ഒന്നും നഷ്ടമാകാതെ കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സംവത്സരങ്ങൾ നഷ്ടമാണെന്ന് ആരും പറയണ്ട. എൻ്റെ ജീവിതം നഷ്ടമായി, എൻ്റെ വർഷം നഷ്ടമായി, എൻ്റെ ആരോഗ്യം നഷ്ടമായി, എൻ്റെ സമ്പത്ത് നഷ്ടമായെന്ന് പറയണ്ട. ദൈവത്തിനെല്ലാം മടക്കി തരാൻ പറ്റും. ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ 40 വർഷമാണ് അവന് മ്യൂട്ടായിട്ട് കടന്നുപോയത്. എന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗകനായി ശക്തനായ പ്രവാചകനായി നിന്ന മോശ, പ്രവാചകനെന്നല്ല ശക്തനായ പ്രസംഗകനായി നിന്ന മോശ 40 വർഷം ആടിനെ മേയ്ക്കാനായിട്ട് മാറി. ദൈവനെ മാറ്റി നിർത്തി. മ്യൂട്ടായിപ്പോയി, സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അടുത്ത 40 വർഷമായപ്പോൾ നഷ്ടമായ കഴിഞ്ഞ 40 വർഷത്തെ ദൈവം തിരിച്ചു കൊടുത്തിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ആടുകളെ ഒരു ഇടയൻ പാലിക്കുന്നത് പോലെ ആ ജനത്തെ മുഴുവൻ 20 ലക്ഷത്തോളം വരുന്ന ജനത്തെ മരുഭൂമിയിൽ യാത്ര ചെയ്ത് കനാൻദേശത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുവാൻ ദൈവം അവന് ശക്തിയും അധികാരവും നാവിന് ബലവും നൽകി. നഷ്ടമായതിനെ ദൈവം മടക്കി തരും. ഹല്ലേലൂയ. കാത്തിരിക്കുന്നത് കൊണ്ട് നിരാശപ്പെടരുത്, പിന്തിരിയരുത്. സമയമാകുമ്പോൾ യജമാനൻ ന്യായമായത് നിങ്ങൾക്ക് തരും. ന്യായമായ വിടുതൽ, ന്യായമായ മറുപടി, ന്യായമായ നന്മ അവൻ കരുതി വെച്ചിട്ടുണ്ട്. കുറെ പേരൊക്കെ മുമ്പേ ചാൻസ് കിട്ടി പോയെന്ന് വിചാരിച്ചോളൂ. നിന്നെ വിളിച്ചില്ലല്ലോ, എന്നെ ആരും വിളിക്കുന്നില്ല വിചാരിച്ച്, എനിക്ക് ചാൻസ് കിട്ടുന്നില്ല, എന്നെ ഇന്റർവ്യൂവിനും വിളിക്കുന്നില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറഞ്ഞിരിക്കണ്ട. 11-ാം മണി നേരത്തും ഈ യജമാനൻ വിളിക്കും. ലോകത്തിലെ യജമാനന്മാർ വന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.
കാരാഗ്രഹത്തിൽ യോസേഫിനോടുകൂടെ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹനും പ്രമാണിയൊക്കെ കിടന്നു. അപ്പക്കാരുടെ പ്രമാണി പിന്നീട് തൂക്കിലേറ്റപ്പെട്ടു. പക്ഷെ പാനപാത്രവാഹൻ യോസേഫ് പറഞ്ഞു വിട്ടതാണ്, എൻ്റെ കാര്യം ഓർക്കണം. പക്ഷെ അവൻ മറന്നുപോയി. സമയമായപ്പോൾ ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കിയെന്നാണ് 105-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. സമയമാകുമ്പോൾ സ്വാതന്ത്ര്യം വരും, സമയമാകുമ്പോൾ അധികാരം വരും, സമയമാകുമ്പോൾ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചില്ല അല്ലെങ്കിൽ പിടിച്ചു വെച്ചതെന്ന് പറഞ്ഞതെല്ലാം അധികം ബോണസോടുകൂടി നന്മയോടുകൂടി പ്രതിഫലമായ ദൈവം മടക്കിത്തരും. ഒരാമേൻ പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നഷ്ടമായി പോയതിന് ദൈവം മടക്കിത്തരും. നഷ്ടമായതിന് അതിൻ്റെ ബോണസോടുകൂടി അതിൻ്റെ നന്മ ഇരട്ടി നന്മയായിട്ട് ദൈവം പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് മടക്കിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ന്യായമായത് നൽകി തരുവാനും, കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടമായെന്ന് ചിന്തിച്ചതുപോലും ഞങ്ങൾക്ക് ഒടുവിൽ മടക്കി തരുവാൻ അവിടത്തേക്ക് ശക്തിയും കഴിവും അധികാരവും സ്നേഹവും കരുതലുമുള്ള നല്ല യജമാനൻ, നല്ല പിതാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദി. സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായി പോയത് നന്മയാകട്ടെ, ആരോഗ്യമാകട്ടെ, വർഷമാകട്ടെ, തലമുറയാകട്ടെ, എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കർത്താവെ, അത് സമയത്ത് പ്രതിഫലമായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ നിലവാരത്തിലും നിന്റെ മക്കൾക്ക് അനുഗ്രഹമായി മടങ്ങി വരുന്നതിനായി നന്ദി. സ്വർഗത്തിലെ ദൈവം ഈ മക്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. കാത്തിരിക്കുവാൻ കൃപ നൽകും. യേശുവിൻ നാമത്തിൽ ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണം. ഒരുപാട് പേർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നവർ മെസ്സേജ് അയക്കണമെങ്കിലോ എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കണമെങ്കിൽ ഈ യൂട്യൂബിനകത്ത് കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പുതിയ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആ നമ്പറിലേക്ക് എല്ലാ ദിവസത്തെയും മെസ്സേജുകൾ അയച്ചു തരാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.